100 രൂപ ടിക്കറ്റ് പ്രൈസിൽ ലേസർ പ്രൊജക്ഷൻ സിസ്റ്റം, ക്ലിപ്ഷിന്റെ ഡോൾബി അറ്റ്മോസ് സ്പീക്കർ സെറ്റപ്പ് ഉള്ള ഒരു തിയേറ്റർ, അത് നമ്മുടെ സ്വന്തം കേരളത്തിൽ. ഞാൻ 2 കൊല്ലത്തിന് ശേഷം കോഴിക്കോട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്തവണ കുറച്ച് തിയേറ്ററുകളും പോകാണ്ട് കുറച്ച് ഫുഡ് പഠിക്കാനുണ്ട്. ആദ്യം തന്നെ വെയിറ്റിംഗ് ഏരിയയിൽ പോയി ഞാൻ 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. ഈ AC വെയിറ്റിംഗ് ഏരിയയിൽ 1 മണിക്കൂർ 30 രൂപയാണ് ചാർജ് വന്നത്. 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. മഴയത്ത് റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല ഭംഗിയാണ്. കൊച്ചിയിലെ റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ കോഴിക്കോടുള്ള റെയിൽവേ സ്റ്റേഷനെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴയായതുകൊണ്ട് ഞാൻ ഓട്ടോ പിടിച്ച് നേരെ ഫേമസ് ആയിട്ടുള്ള ഇടയിലെ ഹോട്ടലിലേക്കാണ് പോയത്. ഒരു കിടിലൻ നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ ധാരാളം സമയമുള്ളതുകൊണ്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് ഏരിയയിൽ പോയി റെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ബസ് കയറി ഞാൻ ഈ കാണുന്ന സ്ഥലത്തേക്ക് എത്തി. ഇതാണ് കോഴിക്കോടുള്ള ഇമാക്സ് തിയേറ്റർ. കോഴിക്കോട് ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഈ തിയേറ്റർ. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് പോകുന്നതായിരിക്കും എളുപ്പം. ലേസർ പ്രൊജക്ഷനും ഡോൾബി അറ്റ്മോസ് സംവിധാനത്തോടുകൂടി F1 എന്നുള്ള സിനിമ 100 രൂപയ്ക്ക് ടിക്കറ്റ് പ്രൈസ് കൊടുക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ തിയേറ്ററിലേക്ക് എത്തിച്ചേരുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോഴേക്കും മറ്റൊരു ടെസ്റ്റ്, ഈ കാണുന്ന എല്ലാ സിനിമയും 100 രൂപ ഓഫറാണ്. ഈ പറഞ്ഞ ടിക്കറ്റ് ഓഫറും ഇത്ര നീറ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസും കാർ പാർക്കിംഗ് സ്പേസും 2 വീലർ പാർക്കിംഗ് സ്പേസും ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പോലും 5 പേര് തയ്ച്ച് സിനിമ കാണാൻ വേണ്ടി വന്നില്ല. അതുകൊണ്ട് എൻ്റെ ഷോ മുടങ്ങി. 3 ഷോയും രാവിലത്തെ നടന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാനേജ്മെന്റിനോട് പെർമിഷൻ ചോദിച്ചപ്പോൾ അവർക്ക് കയറി കാണാനുള്ളതും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ തന്നു. സ്ക്രീൻ 1 മാത്രമാണ് ലേസർ അറ്റ്മോസ് സംവിധാനം ഉള്ളത്. അപ്പോൾ ഈ മാനേജർ എനിക്കൊരു വോക്കർ ഉണ്ട്. ഇതാണ് ഇപ്പോൾ സ്ക്രീൻ 1. 175 സീറ്റ്സ് ഉള്ള ഈ തിയേറ്ററിൽ ബ്ലാക്ക് ഗ്രേ ഇന്റീരിയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റിയുടെ 2K ലേസർ പ്രൊജക്ഷൻ വിത്ത് യൂണിപോളർ 3D മോഡുലേറ്റർ ആണ് ഇവിടെ എക്യൂപ്പ് ചെയ്തിരിക്കുന്നത്. ക്ലിപ്ഷ് എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓഡിയോ കമ്പനിയുടെ സബ് ഉൾപ്പെടെയുള്ള ഒരു കിടിലൻ അറ്റ്മോസ് സെറ്റപ്പ്. ഓൾസോ എക്യൂപ്പ് വിത്ത് 3D സിൽവർ സ്ക്രീൻ ഫ്രം ഹാക്നെസ് കമ്പനി. 100 രൂപയ്ക്ക് എനിക്ക് ഭയങ്കര വാല്യൂ ഫോർ മണി ആയിട്ടാണ് തോന്നിയത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം. ഈവൻ ദ മെമ്മറി ഫോം ഹെഡ് റെസ്റ്റ് യൂസ് ഇൻ ദ സീറ്റ് വാസ് സോ ഇംപ്രസീവ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. നല്ല അടിപൊളി മാനേജ്മെന്റ് ആണ്, ഭയങ്കര സപ്പോർട്ടീവ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്യാനാ, ഒരാൾ പോലും വന്നില്ല ഷോയ്ക്ക്. ഇതേ തിയേറ്റർ തന്നെ നമ്മുടെ കൊച്ചിയിലായിരുന്നെങ്കിൽ ഹൗസ്ഫുള്ളായിട്ട് ഓടുമായിരുന്നു. F1 ആയാലും ശരി, നമ്മുടെ ജുറാസിക് വേൾഡ് ആയാലും ശരി, സൂപ്പർമാൻ ആയാലും ശരി. നമ്മുടെ അവിടെ നാട്ടിൽ ഇത് F1 രാവിലെ 6 മണിക്ക് ഷോ ഇട്ടേക്കണം. അതുപോലെ തന്നെ സൂപ്പർമാനും നല്ല ബുക്കിങ്ങാണ്. സങ്കടം തോന്നിപ്പോയിട്ടാ ഇവരുടെയൊക്കെ അവസ്ഥ കണ്ടിട്ട്. നമ്മുടെ പാലക്കാട് ലാഡർ സിനിമാസിൽ പോയപ്പം ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഉഗ്രൻ തിയേറ്റർ, പക്ഷേ 10 പേര് തേച്ച് വന്നില്ല സിനിമ കാണാൻ. കഷ്ടം തന്നെ. സങ്കടം വന്നാൽ അപ്പം ഫുഡ് കഴിക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കും. അതുകൊണ്ട് ഞാൻ നേരെ ഒരു നല്ലൊരു അടിപൊളി മസാല സോഡയും കുടിച്ച് ഞാൻ പോകുന്ന വഴിക്ക് മിറാജ് സിനിമയും കണ്ടിട്ട് നേരെ ഞാൻ പോയത് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എനിക്ക് വളരെ പ്രിയപ്പെട്ട റമത്ത് ഹോട്ടലിലേക്കാണ്. കോഴിക്കോട് വെച്ച എല്ലാ ഫുഡിൻ്റെയും വീഡിയോ സെപ്പറേറ്റ് വരുന്നതാണ്. കോഴിക്കോട് ഇമാക്സ് തിയേറ്റർ. ആദ്യം തന്നെ ഞാൻ അവർക്കൊരു നന്ദി പറയാണ്. കാരണം എനിക്കവിടെ ഷോ കാണാൻ പറ്റാഞ്ഞിട്ടും അവരെന്നെ അവിടുത്തെ സ്ക്രീൻസ് കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് കാണിച്ചു തന്നു. അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. എന്തായാലും സങ്കടം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത്രയും പൈസ കുറച്ച് ഒരു നല്ല കിടിലൻ ഓഫറിൽ ഇവിടെ കൊച്ചിയിലൊക്കെ മാരക ഓവർപ്രൈസ്ഡ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയൊക്കെ അവിടെ വെറും 100 രൂപക്ക് കൊടുത്തിട്ടും കാണാൻ ആൾ വന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇവിടെ കൊച്ചിയിൽ പല തിയേറ്റേഴ്സിലും ഇപ്പോഴും ലേസർ പ്രൊജക്ഷൻ ഇല്ല, അറ്റ്മോസ് ഇല്ല. വൻകിട മൾട്ടിപ്ലക്സിൽ പോലും ഒരു സ്ക്രീനിലൊക്കെ അറ്റ്മോസും ലേസറൊക്കെ ഉള്ളൂ. എന്നിട്ട് ഇവിടെ 3 ഇരട്ടി ടിക്കറ്റ് പ്രൈസിലാണ് ഓരോ സിനിമകളൊക്കെ ഇവിടെ കളിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഹൗസ്ഫുള്ളാണ്. ഇവിടെ എന്നിട്ടും ആൾക്കാർ കാണാനുണ്ട്. അതേസമയം ഇത്രയും നല്ലൊരു ലേസർ പ്രൊജക്ഷനും കൊടുത്തും, അത് ഏറ്റവും പുതിയ ഒരു ലേസർ പ്രൊജക്ഷൻ ക്ലിപ്സ് എന്നുള്ള കിടിലൻ കമ്പനിയുടെ അറ്റ്മോസ് സെറ്റപ്പൊക്കെ വെച്ചിട്ടും കാണാൻ ആളില്ല. എനിക്ക് തോന്നിയെന്താണെന്നറിയാമോ, ഒരു കണ്ടെയ്നർ വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടെയ്നർ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാർഗോ ഷിപ്പ് വാങ്ങിച്ചിട്ട് ആ തിയേറ്റർ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ട് ഇവിടെ നാട്ടിക്കൊണ്ടുവരാൻ എനിക്ക് തോന്നിയത്. ഞാൻ പിന്നെ എന്താ പറയേണ്ടത്, എനിക്ക് അത്രയും സങ്കടം വന്നു ഇത് കണ്ടിട്ട്. എന്ത് നീറ്റാണ് അവിടുത്തെ തിയേറ്റേഴ്സ്. കാലിക്കറ്റിലെ ഏത് തിയേറ്റർ, ഞാൻ പോയ എല്ലാ തിയേറ്ററും എക്സ്ട്രീംലി നീറ്റായിരുന്നു. എല്ലാം വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയ എക്സ്പീരിയൻസസ്. ഇത് കൂടാതെ ഞാൻ വേറെ 2 തിയേറ്ററിലും പോയിരുന്നു. അതിൻ്റെ വീഡിയോ വഴിയെ വരുന്നതായിരിക്കും. അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്ത് നീറ്റാണെന്ന് അറിയുമ്പോൾ അവിടുത്തെ തിയേറ്റർ. വെറുതെ അല്ല കൊച്ചിയിൽ വന്നിട്ട് എല്ലാവരും കുറ്റം പറയണം. കാരണം വെച്ചാൽ ഇവിടെ ഞാനൊരു കൊച്ചിക്കാരനായിട്ട് ഞാൻ തുറന്നു പറയാണ്, ഏറ്റവും മോശം തിയേറ്റേഴ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള സിറ്റികളെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ എനിക്കൊന്ന് കൊച്ചിയിലായിരിക്കും. കാരണം അപ്പടി സിനിമ ഹബ്ബാണ്, തേങ്ങാണ് ചക്ക എന്നൊക്കെ പറഞ്ഞിട്ടും വൃത്തിക്ക് വളരെ പിന്നിലാണ് ഇവിടുത്തെ തിയേറ്റേഴ്സ്. വളരെ എണ്ണിപ്പെറുക്കാൻ കുറച്ച് തിയേറ്റേഴ്സ് ഉണ്ട് വളരെ വൃത്തിയോടെ സൂക്ഷിക്കുന്ന, വളരെ നല്ല വാല്യൂ ഫോർ മണി എക്സ്പീരിയൻസ് നൽകുന്ന തിയേറ്റർ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. അവരുടെ പേര് ഞാൻ അന്തസ്സായിട്ട് എടുത്ത് പറയാം. വനിത വിന്ദ
വനിതാ സിനിപ്ലെക്സ് എന്നറിയപ്പെടുന്ന വനിത വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതിപ്പോൾ പ്രൊജക്ഷൻ ആയിക്കോട്ടെ, സൗണ്ട് ആയിക്കോട്ടെ, നീറ്റ്നെസ്സിൻ്റെ കാര്യമായിക്കോട്ടെ, മാക്സിമം അവർ ട്രൈ ചെയ്യാറുണ്ട്, അടിപൊളിയായിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. PVR ഫോറം മോൾ നല്ല നീറ്റാണ്. പിന്നെ മാധുര്യ എനിക്ക് ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തു. കൺസിഡറിങ് അത് അത്രയും പഴയ തിയേറ്ററാണ്. എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ടിക്കറ്റ് പ്രൈസ്, സൗണ്ട്, വിഷ്വൽ ഒക്കെ വെച്ച് പറയാണ്. പിന്നെ ന്യൂ സെൻട്രലിലെ പ്രൊജക്ഷൻ അപ്ഗ്രേഡ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. പക്ഷേ വളരെ നീറ്റായിട്ടുള്ള തിയേറ്ററാണ്. സെൻട്രൽ കിടിലം, ഒരു രക്ഷയില്ല, കിടുവായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഐസക് മറിയ ഡെഫിനറ്റ്ലി പറഞ്ഞേ പറ്റുള്ളൂ, ടോപ്പ് നോച്ച്, ഒരു റിനോവേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവരെ കണ്ടുപിടിക്കണം. അത് ഞാൻ എടുത്ത് പറയണം. പിന്നെ എൻ്റെ കാലടിയിലൊക്കെ കുറേ തിയേറ്റേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഓൾറെഡി കണ്ടിട്ട് എനിക്ക് ഇമ്പ്രസീവായിട്ട് തന്നെ ഫീൽ ചെയ്തേക്കണം. അത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഞാൻ ബാക്കി പറയാം. അതുകൊണ്ടാണ് അവരുടെ പേര് ഇങ്ങനെ എടുത്ത് പറയാത്തത്. കുറച്ച് സിനിമകളുണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് തിയേറ്റേഴ്സ് മാത്രമാണ് കുറച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. പിന്നെ അയ്യമ്പള്ളിയുള്ള കെ സിനിമാസ്. അപ്പോൾ വളരെ ചുരുക്കം. അന്ന് ഇവിടെ എത്ര തിയേറ്റർ ഉണ്ട് കൊച്ചിയിൽ? എന്നിട്ടും ആൾക്കാർ ചപ്പും ചവറ് തിയേറ്ററിൽ ഇപ്പോഴും കുറേ എണ്ണങ്ങൾ മറ്റേ MG റോഡിലൊക്കെയുള്ള വളരെ മോശം തിയേറ്റേഴ്സിലാണ് ഇപ്പോഴും മാക്സിമം സിനിമ കാണാൻ പോണത്. വെറുതെയാണ്, പൈസ വെറുതെ പോണ അവസ്ഥ. ഒരു നല്ല തിയേറ്റർ ആണെങ്കിൽ ഒരു ആവറേജ് സിനിമ പോലും കിടിലനായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ ഒരു മോശം തിയേറ്റർ ആണെങ്കിലോ ഒരു നല്ല സിനിമ മോശം അനുഭവം ആയി മാറും. കാലിക്കട്ട്, ഈവൻ തൃശ്ശൂർ, ട്രിവാൻഡ്രം, ഇതൊക്കെ കണ്ടു പഠിക്കണം. തിയേറ്റേഴ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, തിയേറ്റേഴ്സ് എങ്ങനെ വാല്യൂ ഫോർ മണി ആയിട്ട് ടിക്കറ്റ് കൊടുക്കണമെന്നുള്ളത്. കാലിക്കട്ട് വളരെ പിന്നിലായിരുന്നു. ഇപ്പോൾ കാലിക്കട്ട് ഉള്ള ആൾക്കാർ പറഞ്ഞാൽ ഞാൻ അവരെ തിരുത്തി പറയും, എടേ കൊച്ചിയേക്കാൾ നല്ല തിയേറ്റേഴ്സ് കാലിക്കറ്റിലുണ്ടെന്ന് ഞാൻ പറയും. ശരിയാണ്, നമുക്കിവിടെ കുറേ ഫ്ലാറ്റ് സ്ക്രീൻസ് ഉണ്ട്, സംഭവങ്ങളുണ്ട്, പറഞ്ഞു വരുമ്പോൾ IMAX ഉണ്ട്, PXL ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് കാര്യയുടെ വാല്യൂ ഫോർ മണി എന്നൊരു കാര്യം വേണ്ടേ? അത് ഇവിടെ ഇല്ല. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കാലിക്കട്ട് ഇപ്പം മച്ച് ബെറ്റർ വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. ഈ തിയേറ്ററെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നണത്. ഇവിടെ 100 രൂപ ഓഫറിലാണ് ഇവിടെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന F1 കൊടുക്കുന്നത്. F1 ഇവിടെ 500 രൂപയ്ക്കാണ് ടിക്കറ്റ് പ്രൈസ്, 500 തൊട്ട് മുകളിലേക്കൊക്കെ. ഇവിടെ ആ 4DX കൊച്ചിയിൽ ഒരെണ്ണമുള്ളൂ. ഇപ്പോഴും ജാമ്പവാന് പോലും വേണ്ടാത്ത ഒരു കച്ചറ എന്ന് ഞാൻ വിശ്വസിക്കുന്ന, മഹാകച്ചറ എന്ന് വിശ്വസിക്കുന്ന 2K ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ഷനും 7.1 ഡോൾബിക്ക് കൊണ്ടുപോയി തിരിച്ചു കൊടുത്താൽ പോലെ അവർ ചിലപ്പോൾ തിരിച്ചെടുക്കില്ല. അമ്മാതിരി ഊത്ത 7.1 വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പൂത്ത് പണ്ടാരടങ്ങിയ സാധനം എന്നൊക്കെ ഞാൻ പറയും. ഇതൊക്കെ കൂടാണ്ട് സ്ക്രീനിലേക്ക് വീഴാത്ത ഒരു ലൈറ്റും ഇല്ല. പച്ച ലൈറ്റ്, ചുവപ്പ് ലൈറ്റ്, സ്റ്റെപ്പ് ലൈറ്റ്, ആകാശത്തെ ലൈറ്റ്, ഇനി പ്രൊജക്ഷൻ റൂമിലുള്ള ലൈറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചിലപ്പോൾ വീഴുമായിരിക്കും. ആ ലെവൽ വൃത്തികേടാണ് ഇവിടെ കാണിക്കുന്നത്. എന്നിട്ടും 400 രൂപ ടിക്കറ്റ്, 500 ടിക്കറ്റായിട്ടും ഒരു മാസം ഹൗസ്ഫുൾ. അതേസമയം ലാഡർ സിനിമാസ് ലക്കിടി പോയപ്പോൾ ഇത്രയും ഗംഭീര തിയേറ്റർ ആളില്ല, ഷോ ക്യാൻസലായി. BB സിനിമാസിൽ പോയപ്പോൾ ഇത്രയും കിടിലൻ തിയേറ്റർ ആളില്ല, ഷോ ക്യാൻസലായി. അതേപോലെ ദീപതേ ഈ തിയേറ്റർ ഇവിടെ സങ്കടം വന്നു പോകണം. ആസ് എ തിയേറ്റർ ലവർ, ആസ് എ മൂവി ലവർ, ദേ ഡിസേർവ് ബെറ്റർ. ഇത്രത്തോളം ഓഫറൊക്കെ ചെയ്ത് കൊടുക്കുന്ന സ്ഥിതിക്ക് ഞാൻ പറയണത്, കാലിക്കറ്റിൽ എന്താ മൂവി ലവേഴ്സ് ഇല്ലേ? ഉണ്ടല്ലോ. നിങ്ങൾ മാക്സിമം ഇത്തരം തിയേറ്ററുകളെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ജസ്റ്റ് ആംബിയൻസ് മാത്രമോ ഒന്നും നോക്കിയല്ല, അവിടുത്തെ പ്രൊജക്ഷൻ, സൗണ്ട്, കാര്യങ്ങളൊക്കെ വിലയിരുത്തി നിങ്ങൾ ഒരു തിയേറ്റർ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് സങ്കടം തോന്നിപ്പോയി. നിങ്ങൾ സ്ഥിരമായിട്ട് ഈ തിയേറ്ററിൽ സിനിമ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ വീഡിയോ താഴെ ഷെയർ ചെയ്യുക. അവിടുത്തെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്. എനിക്ക് നല്ല അനുഭവം ഉണ്ടായത്. നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നവർക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയാൻ പറ്റും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട് മാനേജ്മെൻറ്റ്, എന്താണ് അവിടെ ഉള്ള ഒരു രീതി, ഞാൻ വന്നപ്പോൾ കണ്ട കാര്യങ്ങൾ തന്നെയാണോ സ്ഥിരം. അതുപോലെ ടിക്കറ്റ് പ്രൈസ് വാല്യൂ ഫോർ മണി ആയിട്ട് ഫീൽ ഉണ്ടാവും. കുറേ ആൾക്കാർ വന്നിട്ട് പറയും ഇപ്പോൾ 130 200 അത് ഭയങ്കര ഓവർ പ്രൈസ്ഡാണ്. എൻ്റെ പൊന്നു മക്കളെ, നിന്നെയൊക്കെ ഞാൻ വിളിച്ച് ഇവിടെ കൊച്ചിയിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ അതൊക്കെ മാറും. നിങ്ങളുടെ നാട്ടിലുള്ള തിയേറ്ററൊക്കെ ഫാർ ബെറ്റർന്നും വളരെ വാല്യൂ ഫോർ മണി എന്ന് നിങ്ങൾ പറയും. അത് നിങ്ങൾ ഓവർ പ്രൈസിങ് എന്താണെന്നുള്ള മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇവിടെ കൊച്ചിയിൽ IMAXൽ മറ്റേ 500 മുകളിൽ ടിക്കറ്റ് പ്രൈസിങ് കൊടുത്ത് ചില സിനിമകൾക്ക് 800 1000 ഒക്കെ പെയ്യുന്ന ഞങ്ങൾക്കറിയാം എന്താണ് ഓവർ പ്രൈസിങ് എന്നുള്ളത്. PXL പോലും ലോക മുതലെടുപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണം. ഈവൻ ഇതിപ്പോൾ കൂലി ടിക്കറ്റ് പ്രൈസ് വന്നിട്ടുണ്ട്, ഒന്ന് പോയി നോക്ക്. സാധാ ടിക്കറ്റ് 500 രൂപ, റിക്ലൈനിന് 1000 രൂപയൊക്കെയാണ്. അപ്പോൾ ഇനി വല്ല നിങ്ങൾക്ക് പറയണ്ട, നിങ്ങളുടെ നാട്ടിൽ 100 രൂപയ്ക്ക് അപ്പോൾ അറ്റ്മോസും ലേസറൊക്കെ വെച്ച് സിനിമ കാണിക്കുകയാണ്. എന്നിട്ട് ആളില്ല.
വാട്ട് എക്സ്ക്യൂസ് ഡു യു ഹാവ്? ഞങ്ങളായിരുന്നെങ്കിൽ സത്യം പറയാലോ, ഈ തിയേറ്റർ ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ പൂട്ട് പൂജിക്കും. കൊച്ചിക്കാർ പൂട്ട് പൂജിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം ഞാൻ എങ്ങനെയാണ്, ഞാൻ സ്നേഹത്തോടെ പറയാണ്. കാരണം വെച്ചാൽ പ്രാന്ത് പിടിക്കൂടെ ഇത് കണ്ടു കഴിയുമ്പോഴേക്ക്. ഇത്രയും നല്ല തിയേറ്ററും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ ആളില്ലാതെ വരുമ്പോൾ സങ്കടം തോന്നിപ്പോവാണ്. നിങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടും നിങ്ങളത് സപ്പോർട്ട് ചെയ്യുന്നില്ല, കാണാൻ ആളില്ല. ഇവിടെ ആൾക്കാർ ചപ്പും ചവറ് തിയേറ്ററിൽ പോയി ഇരുന്ന് സിനിമ കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ നാണക്കേട് തോന്നിപ്പോയി. ആസ് എ കൊച്ചിക്കാരൻ എനിക്ക് സത്യം പറഞ്ഞാൽ നാണക്കേട് വന്നു. ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിലും കിടിലൻ തിയേറ്ററുകൾ. കൊച്ചിയിൽ നല്ല പൂത്ത് പഴകിയ അവിഞ്ഞ പരുവത്തിലുള്ള കുറേ തിയേറ്റർ. ഇവിടുത്തെ ലെജൻഡറി തിയേറ്റേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ലെജൻഡല്ല. ഇപ്പോൾ അതിൽ ലെജൻഡ് എന്ന് പറഞ്ഞ വാക്കിന് വേറെ ഒരു അർത്ഥമുണ്ട്. ആ അവസ്ഥയാണ് ഇപ്പോൾ. അത്രയും പൂത്ത് പഴകിയ ഊത്ത തിയേറ്റേഴ്സ് ഉള്ളൊരു ഡിസ്ട്രിക്റ്റായി മാറിയിരിക്കുകയാണ് കൊച്ചി. സങ്കടം തോന്നുകയാണ്. എന്തായാലും അതൊക്കെ അങ്ങ് മാറും. ഒരു 2 കൊല്ലത്തിൽ പരിപാടി മാറും. ഇതുങ്ങളൊക്കെ അടിച്ച് തുടച്ച് മറ്റേ ചെതൽ പിടിച്ചങ്ങളെയൊക്കെ മൂലക്ക് തള്ളാൻ പറ്റും. കാരണം അമ്മായി ലെവലിൽ സാധനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതുവരെയാണെങ്കിൽ പോലും ആ 2 കൊല്ലം ഞങ്ങൾ ഇത് തന്നെ സഹിക്കണ്ടേ? ഈ 2 കൊല്ലത്തിൽ എന്തോരം നല്ല സിനിമകൾ വന്നു പോണ്. ഒരു സൈഡിൽ കുറേ പൂത്ത തിയേറ്റേഴ്സ്, മറ്റു സൈഡിൽ നല്ല തിയേറ്ററുകളൊക്കെ മുടിഞ്ഞ ഓവർ പ്രൈസിങ്ങും പൂരം മുതലെടുക്കലും. ആസ് എ കൊച്ചിക്കാരൻ എനിക്ക് സത്യം പറഞ്ഞാൽ പൊളിഞ്ഞു വരുന്നുണ്ട് ഇത് കണ്ടിട്ട്. അത്രയും ദുരന്തമായ ഒരു എക്സ്പീരിയൻസാണ് പലപ്പോഴും ഇവിടെ തിയേറ്ററിൽ കണ്ടത്. മറ്റുള്ള ജില്ലകളിലെ ആൾക്കാർ ഇത്രയും നല്ല തിയേറ്റേഴ്സ് ഉണ്ടായിട്ടും പോകാതിരിക്കുകയാകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഈ കാര്യമായിട്ട് പറയാണ്, സ്നേഹത്തോടെ തന്നെ പറയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല സാധനങ്ങളുടെ വില മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതായത് അക്കരെ ഇരിക്കുമ്പോൾ ഇക്കരെ പച്ചാന്നൊക്കെ തോന്നുന്ന പോലത്തെ അവസ്ഥ. ചിലവർ പറയില്ലേ, മറ്റേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഓൾറെഡി നല്ല തിയേറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ പൂട്ടിക്കെട്ടിപ്പോയി കഴിഞ്ഞാൽ മക്കളെ സത്യം പറഞ്ഞാൽ നിങ്ങളെക്കാൾ സങ്കടം ഞങ്ങൾക്കായിരിക്കും. കാരണം ഞാൻ ഈ തിയേറ്ററൊക്കെ പോയി കണ്ടിട്ട് ഓരോ തിയേറ്ററൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ വാവിളിച്ചിരുന്നു പോയി. ഇതിൻ്റെ 4/1 കെട്ടാൻ കൊള്ളാവുന്ന തിയേറ്റേഴ്സ് ഇവിടെ ഇല്ല എന്നാണ് ഞാൻ പറയണത്. ഉണ്ട്, വളരെ ചുരുക്കം. എത്ര തിയേറ്റർ ഉണ്ട് അതിനകത്ത് കിടന്ന് തപ്പണം. ഒരു 20 തിയേറ്റർ ഉണ്ട് കൊച്ചിയിലെന്ന് വിചാരിച്ചു. എന്നിട്ട് എനിക്ക് എണ്ണിപ്പറക്കി പറയാൻ പറ്റുന്ന 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം. ഇതാണ് അവസ്ഥ. എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത്രയെങ്കിലും ഇതിവിടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. എന്തായാലും ഐ ആം സോ അൺഹാപ്പി, ഐ ആം സാഡ്. ഐ ഹോപ്പ് ദിസ് മാനേജ്മെൻറ്റ് ഡിസേർവ്സ് ബെറ്റർ. അവർക്ക് ഇതിന് നല്ല ഒരു ഈ എന്താ പറയുക കളക്ഷനുകൾ കിട്ടട്ടെ. ലാലേട്ടനോ മമ്മൂക്കയോ ആരെങ്കിലുമൊക്കെ കൊണ്ട് നല്ല കിടിലം പടങ്ങൾ വരുമ്പോൾ അങ്ങനെയെങ്കിലും കുറേ ആളുകൾ വന്ന് നല്ല രീതിയിൽ കളക്ഷൻ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മനസ്സുകൊണ്ട്. കാരണം അവിടെ തുടരുമൊക്കെ വേറെ ലെവലായിട്ട് ഓടിയെന്ന് പറഞ്ഞായിരുന്നു. എമ്പുരാനിലൊക്കെ ഭയങ്കര ആളായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്തായാലും എൻ്റെ പൊന്ന് ലാലേട്ട, എൻ്റെ പൊന്ന് പൃഥ്വിരാജ്, എൻ്റെ പൊന്ന് മമ്മൂക്ക, വല്ല കിടിലും പടമൊക്കെ ആയിട്ട് വാ. എന്തായാലും നിങ്ങളുടെ പടങ്ങൾ വരുന്നുണ്ട് അറിയാം. ഇങ്ങനെയെങ്കിലും ഈ തിയേറ്ററുകളൊക്കെ രക്ഷപ്പെടുത്താൻ നോക്ക്. നിങ്ങളെക്കൊണ്ട് പറ്റും, നിങ്ങളെക്കൊണ്ടേ പറ്റൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഫഫയൊക്കെ എല്ലാവരും നല്ലൊരു കിടിലം പടമായിട്ട് വന്നു കഴിഞ്ഞാൽ, ആവേശം പോലെയുള്ളൊരു കിടിലം പടം അല്ലെങ്കിൽ ബ്രഹ്മയുഗം പോലൊരു കിടിലം പടമൊക്കെ വന്നാൽ മതിയുടെ. എൻ്റെ പൊന്നെ തിയേറ്ററുകാർ രക്ഷപ്പെട്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ആലോചിക്കുന്നത്. കാരണം നാട്ടുകാരെ കൊണ്ട് രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമില്ല. നല്ല പടം വരണം. നല്ല പടം വന്നാൽ നാട്ടുകാർ വരും. ഇപ്പോൾ F1 കിടിലം പടം. പക്ഷേ എനിക്കറിയാൻ പാടില്ല അവിടുത്തെ ജനങ്ങൾ എന്താ തിയേറ്ററിൽ പോയി പടം കാണൂലേ? എല്ലാവരും ഈ OTT തന്നെ കാണുന്നവരാണ്. എനിക്ക് മനസ്സിലാവണല്ലോ. അല്ലെങ്കിൽ ഇത് കുറച്ച് ദൂരം കൂടിയുകൊണ്ടാണ്. എന്താണ് കാരണം എന്നുള്ളത് നിങ്ങളൊന്ന് പറ. ഇത്രയും നല്ലൊരു തിയേറ്റർ അവിടെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു തിയേറ്റർ അവിടെ ഉള്ളത്. കാരണം ഞാനൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു തിയേറ്ററെ പറ്റി അറിയുന്നത്, ഞാൻ പോകുന്നതും. അപ്പോൾ എന്താണ് പ്രോബ്ലം എന്നുള്ളത് നിങ്ങളൊന്ന് പറയാം. ഇപ്പോൾ ലക്കിയുടെ വീഡിയോ ഇട്ടപ്പോഴേക്കും എല്ലാവരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഡർ സിനിമാസ് വളരെ ദൂരെയാണ്, പാലക്കാട് നിന്ന് ഒരുപാട് ദൂരെയാണെന്നുള്ളതാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ സമ്മതിക്കണ്ടേ? ഞാനൊക്കെ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഓരോ നല്ല എക്സ്പീരിയൻസിന് വേണ്ടി പോണത്. ശരിയാണ്, എല്ലാവർക്കും ആ ഒരു വൈബ് ഉണ്ടാവില്ല, എല്ലാവർക്കും അതിനുള്ള സമയം ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല, ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞങ്ങൾ കൊച്ചിക്കാരൻ നിങ്ങൾ സമ്മതിച്ചേ പറ്റുള്ളൂ. നല്ലൊരു തിയേറ്ററിന് ഞങ്ങൾ എത്ര ദൂരമാണ് അവിടെയൊക്കെ പോണത്. ഇപ്പോൾ വൈകുന്നേരം ടിക്കറ്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ തൃപ്പൂണിത്തുറ വരെ പോകണം. 12 കിലോമീറ്റർ ദൂരമുണ്ട്, 12-15 കിലോമീറ്റർ. ഫോറമിൽ പോകണമെങ്കിലും 11-12 കിലോമീറ്റർ ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സിനിമയ്ക്ക് വേണ്ടി. അതും ഞാൻ ഒരു ദിവസം ചിലപ്പോൾ 3 തവണയൊക്കെ പോകും തിരിച്ച് വീട്ടിൽ വരും വീഡിയോ എടുക്കാം. ആ ഒരു ഓട്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു മൈക്കും മേടിച്ച് വെച്ചിപ്പോൾ കാറിരുന്ന് വീഡിയോ എടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് 22 കിലോമീറ്റർ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടി വരും ഓരോ സിനിമയ്ക്ക് വീതം. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾക്ക് ചോട്ടിൽ നല്ല തിയേറ്റർ ഉണ്ടായിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് ആസ് എ തിയേറ്റർ ലവർ, ആസ് എ മൂവി ലവർ എനിക്ക് പറ്റുള്ളടേ. ഞാൻ അതാണ് പറയണത്. സ്നേഹം കൊണ്ട് പറയാനാണ്. ഇതൊക്കെ സ്നേഹത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ നല്ലത് കണ്ടിട്ട്
ഞങ്ങളിവിടെ എത്ര മോശമാണ്, നിങ്ങൾക്ക് നല്ല ഉണ്ടായിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തതെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു കൗതുകം കൊണ്ടും ആ ഒരു വിഷമം കൊണ്ട് ചോദിച്ചു പോകണമാണ് ഇതൊക്കെ. എന്തായാലും ജെ മാക്സ് സോ ജെയിലല്ല, എന്താ ഇ മാക്സ് അമ്മ പണ്ടാരം തിയേറ്ററിൻ്റെ പേരേ മറന്നുപോയില്ല, ഇ മാക്സ് എന്നല്ലേ. അപ്പോൾ എന്തായാലും സൂപ്പർ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, ഫുൾ ബ്ലാക്കിഷ് ഗ്രേ ആയിട്ടുള്ള ഓഡിയോ ആയിക്കോട്ടെ, സീറ്റ്സ് ആയിക്കോട്ടെ, ആ മെമ്മറി ഫോം കിടിലൻ പൊളി സാധനം. അതെല്ലാം 100 രൂപ ടിക്കറ്റ് പ്രൈസ്. ഇവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓഫേഴ്സ് ഇടുമെന്നാണ് പറഞ്ഞത്. റെഗുലർ ടിക്കറ്റ് പ്രൈസ് 150 അങ്ങനെ എന്തോ ആണ്. എടി അപ്പോഴും കുറവിടെ, ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്കറിയാൻ പാടില്ല. അതുകൂടാതെ ഞാൻ കോഴിക്കോട് പോയിട്ട് എന്തായാലും മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു. നല്ല കുറേ ഫുഡുകൾ കഴിക്കാൻ പറ്റി. അതിനുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്കാം. കുറച്ച് ടൈം എടുക്കും, സമയം തരും. ഒരുപാട് വീഡിയോ പെൻഡിങ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ മാസം സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് പല സ്ഥലങ്ങളിൽ പോയി. ഞാൻ പാലക്കാട്, ഒറ്റപ്പാലം പോയിരുന്നു, പാലക്കാട് പോയിരുന്നു, കോയമ്പത്തൂർ പോയിരുന്നു, കോഴിക്കോട് പോയിരുന്നു, പിന്നെ പൂനെ പോയിരുന്നു, അഹമ്മദാബാദ് പോയിരുന്നു, അതിന് ശേഷം ഹൈദരാബാദ് പോയി. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസം മൊത്തം കറക്കുമായിരുന്നു. ഇതിൻ്റെയൊക്കെ എല്ലായിടത്തും പോയത് തിയേറ്ററിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു തീർത്ഥാടനത്തിലായിരുന്നു ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വരാനുണ്ട്, 20 മുകളിൽ വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ എല്ലാം തിയേറ്ററുകളെ പറ്റി തന്നെയാണ്, തിയേറ്റർ എക്സ്പീരിയൻസിനെ പറ്റിയാണ്. അതുപോലെ ഫുഡിൻ്റെ വീഡിയോസ് വരാനുണ്ട്. ഈ പറഞ്ഞ എല്ലായിടത്തും പോയപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ വരാനുണ്ട്. ഇതൊക്കെ കൂടാണ്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു. അല്ല, കഴിഞ്ഞ കൊല്ലമല്ല, ഈ കൊല്ലമല്ലേ. ഞാൻ എൻ്റെ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല. കുറേ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ഒരു തിയേറ്ററിൽ കയറിയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. സിനിപോളിസ് സെക്യൂറ സെൻട്രൽ മോള അങ്ങനെയാണ് അതിൻ്റെ പേര്. അതുകൂടാതെ ഞാൻ വേറെ ഫുഡ് കഴിക്കാൻ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ബിരിയാണി ഇടുന്ന സാഗറല്ലേ ഹോട്ടൽ പേര്, അവിടെ സാഗർ എന്നല്ലല്ല, ആ ഹോട്ടലിൽ പേരെന്തായിരുന്നു, അയ്യോ കണ്ണൂരിലുള്ള ഭയങ്കര ഫേമസ് ബിരിയാണി ഹോട്ടൽ, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നല്ലേ, ആ ഹോട്ടലിൻ്റെ പേര് കഴിഞ്ഞപ്പോൾ മറന്നുപോയി. പിന്നെ വേറെ ഹോട്ടലുണ്ടല്ലോ, മറ്റേ KRൻ്റെ ഓപ്പോസിറ്റ് മുകളിലുള്ളൊരു ഹോട്ടൽ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്, നമ്മുടെ തട്ടത്തിമറയത്തിലൊക്കെ കാണിക്കുന്നുണ്ട് ആ ഹോട്ടൽ, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഓൺലൈൻസ് റോഡിലെ ഓർഡൈൻസിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ വരും, അതൊക്കെ ഇട്ടേക്കാം. എനിക്കറിയാം കുറേ പേര് എപ്പോഴും കമൻറ്റ് ചെയ്യും ചേട്ടാ ഫുഡിൻ്റെ വീഡിയോ ഇടുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഒന്നും എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടണമെന്നുള്ളതാണ്. എന്തായാലും അത് ഇട്ടേക്കാം. അപ്പോൾ ശരി, എല്ലാ വീഡിയോസും ഞാൻ പതിയെ സമയം കിട്ടുന്നതനുസരിച്ച് ഇടാം. എന്തായാലും ദിസ് തിയേറ്റർ വാസ് വെരി ഇംപ്രസീവ്. ഐ ഹോപ്പ് നെക്സ്റ്റ് ടൈം എനിക്ക് ഒരു സിനിമ കാണാൻ പറ്റട്ടെ എന്നുള്ളത്. സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായം ഞാൻ വേറെ ഇടാം. ഇതെന്തായാലും ഒരു തിയേറ്ററിൻ്റെ ഇംപ്രഷനായിട്ടാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾ അവിടെ സ്ഥിരമായി സിനിമ കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്നുള്ളത്. എന്തായാലും നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ഈ തിയേറ്ററിന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, കൂടുതൽ ആളുകൾ അവിടെ ഒന്ന് സിനിമ കാണാനായിട്ട് ഉണ്ടാവട്ടെ, അവർക്ക് വേണ്ടത്ര ഒരു റെക്കഗ്നീഷനും അതുപോലെ തന്നെ പൈസയും അവർക്ക് ഏൺ ചെയ്യാൻ പറ്റട്ടെ എന്നും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ശരി, ടാറ്റ.